ഹായ് ഹലോ, ജാനകിയുടെയും അബിയുടെയും വീടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അങ്ങനെ കുറച്ച് ദിവസമായി ഈ ഒരു മൂന്നാറിലെ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ അളകാപുരിയിൽ തുടങ്ങിയിട്ട്, എന്നാൽ ആ പ്രശ്നങ്ങൾക്ക് ഒരു അവസാനമില്ലേ എന്ന് പ്രേക്ഷകർ പോലെ ഞാനും കരുതാറുണ്ട്. ഇതിങ്ങനെ നീണ്ടു നീണ്ടു പോകുവാണ്, ഇതിന്റെ അവസാനം എന്തായിരിക്കും? ഒരു ഭാഗത്ത് സൂര്യ ഈ ഒരു ആധാരം റദ്ദ് ചെയ്യണമെന്നും മറ്റൊരു ഭാഗത്ത് റദ്ദ് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുള്ള പോരാട്ടമായിരുന്നു. ഇതിൽ ആര് ജയിക്കും അല്ലെങ്കിൽ ആര് തോക്കും, എന്ത് സംഭവിക്കും എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു സൂര്യനാരായണൻ ആ ഒരു തീരുമാനമെടുത്തത്. അതായത് ഈ ഒരു ആധാരം റദ്ദ് ചെയ്യുക എന്നതിന്റെ അവസാനമായിരിക്കുവാണ്. സൂര്യ അവസാനം എല്ലാവരുടെ മുന്നിൽ മുട്ടുമടക്കി, ഇനി ഞാൻ ഈ ഒരു പോരാട്ടത്തിനില്ല, എനിക്കിനി പറ്റത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് സൂര്യനാരായണൻ മുട്ടുമടക്കിയിരിക്കുവാണ്. ഇനി എന്തായിരിക്കും സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ ഒരുപാട് നാളുകളായി പ്രശ്നം തുടങ്ങിയിട്ട് ഇപ്പോ ആ പ്രശ്നത്തിന് ഒരു അന്തിമ തീരുമാനം എത്തിയിരിക്കുകയാണ്. സക്കീർ ഹുസൈൻ ആവർത്തിച്ച് സൂര്യയോട് പറയുന്നുണ്ട്, സൂര്യ നീ ഇങ്ങനെയൊന്നും ചെയ്യരുത്, ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവസാനം തെരുവിലോട്ട് ഇറങ്ങാൻ പോകുന്നത് നിന്റെ മകനും മരുമകളും തന്നെയായിരിക്കും. ആ ജാനകിക്കും അബിക്കും കൂടി ചേർന്ന ഒരു പെൺകുട്ടിയുണ്ട്, അവരെ വിശ്വസിച്ച് വന്ന ഒരു പെൺകുട്ടിയും കൂടി ഉണ്ട്. അപ്പൊ നീ എന്ത് ചെയ്യും? ഈ ഒരു ആധാരം റദ്ദ് ചെയ്തു കഴിഞ്ഞാൽ അടുത്ത നിമിഷം ജാനകിയെയും അബിയെയും ഈ വീട്ടിൽ നിന്നും എല്ലാവരും കൂടി ചവിട്ടി പുറത്താക്കും. ആ ഒരു രംഗം കാണാനായിട്ടാണോ നീ കാത്തിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ വലിയൊരു സംഘർഷം തന്നെ അവിടെ നടന്നു. വലിയൊരു തർക്കമായിരുന്നു അവിടെ ഉണ്ടായത്. അവസാനം സൂര്യ പറഞ്ഞ മറുപടി, ഞാൻ ഈ ഒരു പോരാട്ടം ഇനിയും തുടർന്നു കഴിഞ്ഞാൽ എന്റെ ഭാര്യ എന്നെ ഡിവോഴ്സ് ചെയ്യുമെന്നാണ് അവള് ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത്. ഞാൻ ഇനിയും ഈ ഒരു തർക്കം തുടർന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഞാൻ കുടുംബ കോടതി കയറി ഇറങ്ങേണ്ട അവസ്ഥ ഉണ്ടാകും. അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പൊ ഇങ്ങനെ ചെയ്യുന്നതെന്നും, എന്നാൽ ഒരിക്കലും എന്റെ മകൻ തോറ്റു പോകത്തില്ല, എന്റെ മകൻ എല്ലാവരുടെയും മുന്നിൽ ജയിക്കുക തന്നെ ചെയ്യും, അവൻ ഒരിക്കലും തോൽക്കത്തില്ല എന്ന് ആവർത്തിച്ച് സൂര്യ പറയുവാണ്. കൂടാതെ തന്നെ സക്കീർ ഹുസൈനോട് ഈ ഒരു ആധാരം റദ്ദ് ചെയ്യുന്ന പ്രോസസ്സിംഗ് കാര്യങ്ങളൊക്കെ നോക്കിക്കോളാൻ പറഞ്ഞിട്ട് സൂര്യ അകത്തോട്ട് പോയി. പോകാൻ നേരത്തും സക്കീർ ഹുസൈനോട് ആവർത്തിച്ച് ഇവിടെ അബിയും പറഞ്ഞ കാര്യം, ഒരിക്കലും വിട്ടുപോകരുത്, ബാക്കി കാര്യങ്ങളൊക്കെ സക്കീർ ബായി നോക്കിക്കോ, ബാക്കി കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല, എനിക്കിനി ഈ ഭാരം ചുമക്കാൻ പറ്റത്തില്ല, അച്ഛനെ ഇനി വലിയൊരു പ്രശ്നത്തിലേക്ക് കൊണ്ടുവരാനും എനിക്ക് പറ്റത്തില്ല എന്ന് പറയുമ്പോഴും സക്കീർ ബായി ഇനി വരാൻ പോകുന്ന ഭാവിയിൽ ഇനി എന്തൊക്കെ വരും എന്ന് ആവർത്തിച്ച് പറയുന്നുണ്ട്. എന്തായാലും അവസാനം ഞാൻ ഒരിക്കൽ കൂടി അബിയെ വിളിക്കും എന്ന് പറഞ്ഞിട്ടാണ് സക്കീർ ബായി പോയത്. പക്ഷെ അബിയേട്ടന് എന്തുകൊണ്ട് ഇങ്ങനെ മറ്റുള്ളവരുടെ യഥാർത്ഥ മുഖം തിരിച്ചറിയാനായിട്ട് പറ്റുന്നില്ല, അബിയേട്ടൻ എന്തിങ്ങനെ പാവമായി പോയി എന്ന് പറഞ്ഞുകൊണ്ട് ജാനകിക്കും നല്ല സങ്കടം തോന്നി. ഈ ഒരു സംഭവങ്ങളൊക്കെ ഇവിടെ നടക്കുമ്പോഴും അടുത്ത പ്രശ്നങ്ങൾക്ക് കുഴികുത്താൻ പോയിരിക്കുവാണ് അപർണ. നേരെ തമ്പിയുടെ അടുത്തേക്ക് ചെന്നതിന് ശേഷം തമ്പിയോട് വീട്ടില് നടക്കുന്ന കാര്യങ്ങളെ പറ്റി സംസാരിച്ചു. മാത്രമല്ല അച്ഛൻ ഇങ്ങനെ ഈ ഒരു ആധാരം റദ്ദ് ചെയ്യുന്ന കാര്യങ്ങളെയൊക്കെ പറ്റി സംസാരിക്കുന്നുണ്ട്. അതിന്റെ കൂട്ടത്തില് ഇനി അജയ് എന്തൊക്കെ കാര്യങ്ങൾ മറയ്ക്കുന്നുണ്ട്. അജയ് ആ ഒരു എസ്റ്റേറ്റ് വിൽക്കാനായിട്ടാണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇതിന്റെ പിന്നിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, ഉറപ്പാണ്. എന്തൊക്കെയോ രഹസ്യങ്ങൾ അജയ് മറയ്ക്കുന്നുണ്ട്. ഈ ഒരു ബിസിനസ് തുടങ്ങാൻ പോകുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ എന്തൊക്കെയോ സാമ്പത്തിക പ്രശ്നങ്ങൾ ഇല്ലാതെ ഇത്ര പെട്ടെന്ന് അജയ് ഈ ഒരു എസ്റ്റേറ്റ് വിൽക്കാനെന്ന കാര്യത്തിലോട്ട് മുന്നോട്ട് പോകത്തില്ല. അപ്പൊ അച്ഛ അതുകൊണ്ട് അജയുടെ നീക്കങ്ങൾ എന്താണെന്ന് എനിക്ക് അറിയണം എന്ന് തമ്പിയോട് പറയുവാണ്. പറഞ്ഞ് സംസാരിക്കുന്നതിന്റെ കൂട്ടത്തില് തന്റെ മകൾ വിജയിച്ചതിന്റെ സന്തോഷവും തമ്പിയുടെ മുഖത്തുണ്ട്. അതിനുശേഷം തമ്പി അകത്തോട്ട് പോകുമ്പോ അതിനു മുന്നേ തന്നെ തമ്പി മറ്റൊരു കാര്യം കൂടി പറഞ്ഞു. രാഘവൻ എന്നെ നിരന്തരം വിളിക്കുന്നുണ്ട് ലച്ചുവിനെ അവരുടെ കൂടെ പറഞ്ഞു വിടാൻ വേണ്ടിയിട്ട്. അന്ന് മൂന്നാറിൽ വെച്ച് ലച്ചുവിനെ തട്ടിക്കൊണ്ട് പോയപ്പോ പൊന്നുവിനെയും കൂടി തട്ടിക്കൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. എന്നാൽ പൊന്നുവിനെയും ലച്ചുവിനെ ഒളിപ്പിച്ച് സ്ഥലം പറഞ്ഞു കൊടുത്തത് ഞാനാണ് എന്നാണ് തമ്പി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവിടെ രാഘവൻ പറയുന്നത്, എന്നെ നിരന്തരം വിളിച്ച് സഹായിക്കണം, ലച്ചുവിനെ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് പുറത്ത് ചാടിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇങ്ങനെ വിട്ടാൽ പറ്റത്തില്ല, അതിനും കൂടി ഒരു അന്തിമ തീരുമാനം ഉണ്ടാക്കണം, ലച്ചുവിനെ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് പുറത്ത് ചാടിക്കണം എന്നുകൂടി അപർണ പറയുന്നുണ്ട്. അച്ഛൻ പോയതിനു ശേഷം തന്റെ അമ്മയോട് അപർണ ഈ കാര്യത്തെ പറ്റി ചോദിച്ചു. പൊന്നുവിനെ ഒളിപ്പിച്ച സ്ഥലം പറഞ്ഞു കൊടുത്തത് അമ്മയാണോ? മൂന്നാറിലെ ആ എസ്റ്റേറ്റിന്റെ കാര്യം എസ്റ്റേറ്റില് പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോ അമ്മയാണോ ജാനകി വിളിച്ച് അങ്ങോട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തത് എന്ന് പറയുമ്പോ അതെ ഞാനാണെന്നും, എന്നാൽ അന്ന് ഞാൻ അങ്ങനെ പറഞ്ഞു കൊടുത്തിട്ടില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ അടുത്ത ദിവസം ഞാൻ നിന്നെ വന്ന് കാണേണ്ടിയിരുന്നത് ജയിലിലായിരുന്നു. അത്രത്തോളം പ്രശ്നം രൂക്ഷമായതുകൊണ്ട് തന്നെയാണ് ഞാൻ അങ്ങോട്ട് വിളിച്ചു പറഞ്ഞത് എന്നുകൂടി അപർണയുടെ അമ്മ പറഞ്ഞു.
എന്നാൽ ഈ പ്രശ്നം ഇങ്ങനെ ഭയങ്കരമായിട്ട് രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. അപർണ ഓരോ ഭാഗത്തുകൂടിയും അളകാപുരിയെ തകർക്കാനായിട്ടുള്ള ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ലച്ചുവിനെ ഒട്ടും വിശ്വസിക്കാൻ പറ്റുന്നില്ല. തന്റെ അച്ഛനിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ലച്ചു ഇങ്ങോട്ട് വന്നത്. എന്നാൽ ഇവിടെയും അച്ഛനും കൂട്ടുകാരും വന്നല്ലോ എന്നുള്ള ഒരു സങ്കടം തന്നെയാണ് ലച്ചുവിന്. എന്നാൽ ലച്ചുവിന് എന്തെങ്കിലും ആപത്ത് സംഭവിക്കുമോ എന്നുള്ളൊരു പേടി ജാനകിക്കും അഭിക്കും ഉണ്ട്. ലച്ചുവിനെ കൂട്ടിക്കൊണ്ടു പോകാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റിറ്റ്യൂഷനിൽ വിളിക്കാൻ വന്നത് അമലാണ് കാറും കൊണ്ട് വന്നത്. പോകുന്ന വഴിക്ക് ലച്ചുവിന് അമല് തന്നെ ഒരു ഐസ്ക്രീം ഒക്കെ മേടിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുമ്പോ ലച്ചു തന്റെ മനസ്സിലുള്ള സങ്കടം അമലിനോടും, അമലെ കുടുംബത്തെ പറ്റിയുള്ള സങ്കടം, അപർണയെ കൊണ്ടുവന്നതും അതിനുശേഷം ഉണ്ടായ സംഭവങ്ങളും തന്റെ ഏട്ടനും ഏട്ടത്തെയും ഒരുപാട് വേദനിക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ അമല് ലച്ചുവിനോട് പങ്കുവയ്ക്കുന്നുണ്ട്. ഈ ഒരു സംഭവങ്ങൾ നടക്കുമ്പോ ഈ ഒരു ആ ഒരു പോരാട്ടത്തിന് അന്തിമ വിജയം ഉണ്ടായിരിക്കുവാണ്. അവസാനം സൂര്യനാരായണൻ കീഴടങ്ങി എന്നുള്ള ഒരു സത്യം നേരെ തമ്പി അവിടെ നമ്മുടെ ഉണ്ണിത്താൻ വക്കീലിനെ വിളിച്ചു പറഞ്ഞു. ഉണ്ണിത്താനെ വിളിച്ചിട്ട് അവസാനം സൂര്യനാരായണൻ കീഴടങ്ങിയിരിക്കുവാണ്, സൂര്യനാരായണൻ ആധാരം റദ്ദു ചെയ്യാനായിട്ട് സമ്മതം മൂളിയിരിക്കുവാണെന്നും അവിടെ അളകാപുരിയിലോട്ട് സക്കീർ ഹുസൈൻ വന്നിട്ടുണ്ടായിരുന്നു എന്നും ബാക്കി പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുവാണ്. എന്തായാലും എന്റെ മകൾ നടത്തിയ പോരാട്ടം തന്നെയാണ് ഈ വിജയത്തിലോട്ട് കൊണ്ടെത്തിച്ചത് എന്നൊക്കെ തമ്പി ഉണ്ണിത്താനോട് പറഞ്ഞു. എന്നാൽ ഈ സംസാരത്തിന്റെ ഇടയിലും ആ ഒരു എസ്റ്റേറ്റ് വിൽക്കുന്ന കാര്യത്തെ പറ്റി ഉണ്ണിത്താൻ സംസാരിച്ചു. ഇനി ആ എസ്റ്റേറ്റ് എന്തിനാണ് ഇട്ടിരിക്കുന്നത്, എനിക്കോ അജയ്ക്കോ അതിൽ യാതൊരു താല്പര്യവും ഇല്ലെന്നും അതുകൊണ്ട് എസ്റ്റേറ്റ് എത്രയും പെട്ടെന്ന് വിൽക്കണം, എസ്റ്റേറ്റ് വിറ്റതിന് ശേഷം ബാക്കി എല്ലാ മക്കൾക്കും അതിന്റെ ഷെയർ വീതം വെച്ച് കൊടുക്കട്ടെ എന്ന് പറയുമ്പോഴും തമ്പിക്ക് അത് വിൽക്കാനായിട്ട് യാതൊരു താല്പര്യവുമില്ല. ആ താല്പര്യക്കുറവ് തമ്പി ഉണ്ണിത്താനോട് പ്രകടിപ്പിക്കുകയും ചെയ്തു. കുറച്ചു കഴിഞ്ഞ് ഫോൺ വെച്ച ഉടനെ തന്നെ ഉണ്ണിത്താൻ തന്റെ ഗുമസ്തനോട് സംസാരിക്കുമ്പോ അയാൾ പറഞ്ഞതെല്ലാം ശരിയായി തീർന്നു എന്നുള്ള ഒരു കാര്യവും കൂടി ഉണ്ണിത്താൻ മനസ്സിലാക്കി. അന്നേ തന്റെ കൂടെ ഉണ്ടായിരുന്ന ആള് പറഞ്ഞതാണ്, തമ്പി ഒരിക്കലും വിശ്വസിക്കാൻ പറ്റത്തില്ല, തമ്പി തന്റെ നേട്ടത്തിന് വേണ്ടിയിട്ട് എന്തും ചെയ്യത്തുള്ളൂ, അല്ലാതെ തമ്പി ഒന്നും ചെയ്യത്തില്ല എന്നും പിന്നെ ആ ഒരു എസ്റ്റേറ്റ് വിൽക്കാൻ വേണ്ടിയിട്ട് ഉറപ്പായിട്ടും ഞാൻ തമ്പിയോട് പറഞ്ഞപ്പോ തമ്പിക്ക് അത് പറ്റത്തില്ല, ഇപ്പോ അതിന് മുതിർന്ന് നിൽക്കേണ്ട ആവശ്യമില്ല, ഇപ്പോ എസ്റ്റേറ്റ് വിൽക്കാനായിട്ട് നോക്കണ്ട എന്നാണ് തമ്പി പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഇനി എന്ത് ചെയ്യാൻ പറ്റും, എന്തായാലും തമ്പി സ്വയം അതെല്ലാം വിഴുങ്ങാനായിട്ടുള്ള ശ്രമങ്ങളാണോ എന്നൊക്കെയുള്ള ഒരു സംശയവും അവിടെ ഉണ്ണിത്താൻ സംസാരിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോഴും അബിക്ക് തന്റെ കുടുംബത്തിലുള്ള പലരുടെയും യഥാർത്ഥ മുഖം എന്താണെന്ന് തിരിച്ചറിയാനായിട്ട് പറ്റിയിട്ടില്ല. അമലും ഈ ഒരു കാര്യങ്ങൾ അറിഞ്ഞതിന് ശേഷം, എസ്റ്റേറ്റ് വിൽക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ, ഈ ഒരു ആധാരം റദ്ദു ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അറിഞ്ഞതിന് ശേഷവും അവിടെ വന്ന് സംസാരിച്ചു. അബിയോട് അമല് സംസാരിച്ചു. അബിയേട്ടന് എന്തിനാണ് ഇങ്ങനെ താന്നു കൊടുത്തത്, അബിയേട്ടൻ എന്തിനാണ് അവസാനം ഈ ഒരു പ്രശ്നം, ഈ ഒരു ആധാരം റദ്ദു ചെയ്യാനായിട്ട് സമ്മതം മൂളിയെന്ന് പറയുമ്പോഴും അബി പറഞ്ഞ കാര്യം, എനിക്ക് ആരുടെ മുന്നിൽ മത്സരിക്കാൻ പറ്റത്തില്ല, എനിക്കിനിയും ഒറ്റപ്പെട്ട് നിൽക്കാൻ പറ്റത്തില്ല, പ്രഷർ താങ്ങാൻ പറ്റത്തില്ല, എനിക്ക് ഒന്നും വേണ്ട, എനിക്ക് നിങ്ങൾ മാത്രം മതി എന്നാണ് അബി പറയുന്നത്. പക്ഷെ ഇതിന്റെ ഭാവിയിൽ വരുന്ന ഭവിഷ്യത്ത് എന്താണ് എന്ന് അബി മനസ്സിലാക്കുന്നില്ല. ഇനി എന്തൊക്കെ ആയിരിക്കും സംഭവിക്കുക, ഇനി ഈ ഒരു പ്രശ്നത്തിൽ നിന്നും തന്റെ കുടുംബത്തെ രക്ഷിക്കാനായിട്ട് ജാനകിക്ക് സാധിക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയാം. അതുവരേക്കും ബൈ.